നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ദീർഘായുസ്സും. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു റിസർച്ച്, കേൾക്കാൻ താല്പര്യമുള്ള കാര്യം എന്ന് വെച്ചാൽ വാർദ്ധക്യത്തിനെ കുറയ്ക്കാനുള്ള കാര്യങ്ങളും വാർദ്ധക്യത്തിൻ്റെ രഹസ്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളൊരു കാര്യമാണ്. റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്തൊരു സ്റ്റഡി നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതുന്നു. അത് ഈ ദീർഘായുസിനെ പറ്റിയുള്ളൊരു സ്റ്റഡിയാണ്. പ്രത്യേകിച്ച് ഈ ഉരകവർഗ്ഗങ്ങളിലും ഉഭയജീവികളിലും ഒക്കെ അറിയാമല്ലോ, ആമ പോലുള്ള ജീവികളിലൊക്കെ ഈ പ്രായമാകൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ വളരെ സ്ലോയിൽ നടക്കുന്ന ഒന്നാണെന്നും അതിനെപ്പറ്റിയുള്ള അതെങ്ങനെയാണ് അത് വാർദ്ധക്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന എങ്ങനെയാണെന്ന് കാണിക്കുന്നതെന്നും വാർദ്ധക്യത്തിൻ്റെ രഹസ്യങ്ങളും ഒക്കെ പറയുന്നൊരു സ്റ്റഡിയാണ് റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്തത്. ഈ കാണിച്ചിരിക്കുന്ന സ്റ്റഡിയാണ് പബ്ലിഷ് ചെയ്തത്. അത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ അവർ ഈ സ്റ്റഡിയിൽ ലോകമെമ്പാടുമുള്ള ഈ ഉരകവർഗ്ഗങ്ങളും ഉഭയജീവികളുടെയും അവയുടെ വാർദ്ധക്യത്തെപ്പറ്റിയും അവയുടെ ഒരു ആയുർദൈർഘ്യത്തെപ്പറ്റിയുമുള്ള വളരെ സമഗ്രമായിട്ടുള്ളൊരു പഠനമാണ്, ഒരു സ്റ്റഡിയാണ്. ഇതിനകത്ത് ഈ 114ഓളം വരുന്ന ശാസ്ത്രജ്ഞന്മാരുടെ ഒരു അന്താരാഷ്ട്ര സംഘമാണ് ഈ സ്റ്റഡി നടത്തിയത്. 114ഓളം ശാസ്ത്രജ്ഞന്മാരുണ്ട്. ലോകമെമ്പാടുമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ചേർന്നിട്ടാണ് സ്റ്റഡി നടത്തിയത്. ഈ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡി നടത്തിയതിന് വേണ്ടി അവർ കടലാമകൾ, മുതലകൾ, സെലമാൻഡർ എന്ന് പറയുന്ന ജീവികൾ എന്നിവയെ പറ്റിയുള്ള അവയ്ക്കൊക്കെ വളരെ കുറഞ്ഞ വാർദ്ധക്യ നിരക്കാണുള്ളത്. അതായത് പെട്ടെന്ന് പ്രായമാകില്ല അവയുടെ ഒരു ലൈഫ് സ്പാനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ. അതിൻ്റെ ഒരു റീസൺസും അവയുടെ ശരീരത്തിൻ്റെ വലിപ്പവും അവയുടെ ആയുസ്സുമായിട്ടുള്ള ബന്ധവും, അതായത് വലിപ്പം കൂടിയ ജീവികൾക്ക് ആയുസ് കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നതൊക്കെ കാണിക്കുന്ന സ്റ്റഡിയാണിത് പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഒട്ടുമിക്ക ഈ ആമവർഗത്തിൽപ്പെടുന്ന ജീവികൾക്കും ഈ ഹാർഡ് ഷെല്ലുണ്ടല്ലോ, അതിൻ്റെ മുതുകത്തൊരു കട്ടിയുള്ള ഒരു ഷെല്ലുണ്ടല്ലോ, അതുപോലുള്ള സംരക്ഷിതമായിട്ടുള്ള പ്രതിഭാസങ്ങളുള്ള ജീവികൾക്കെല്ലാം അവരുടെ ആയുസ്സുമായിട്ടും അവരുടെ വാർദ്ധക്യം കുറയുന്നതുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടെന്നും വളരെ നിസ്സാരമായിട്ടുള്ള വാർദ്ധക്യം, അതായത് നെഗ്ലിജിബിൾ ഏജിങ് മാത്രമുള്ള ജീവികളുണ്ടെന്നും വളരെ ജൈവികമായിട്ട് വാർദ്ധക്യത്തിൻ്റെ ഒരു അഭാവമുള്ള ജീവികളുണ്ടെന്നും ഒക്കെ കാണിക്കുന്ന സ്റ്റഡിയാണിത്. അതായത് പ്രത്യേകിച്ച് ഈ ഹാർഡ് ഷെല്ല് ഉള്ള സ്പീഷീസിൽ എന്നാൽ കാണിക്കുന്ന സ്റ്റഡിയാണെന്നുള്ള പ്രത്യേകത. ഈ സ്റ്റഡി ഈ പബ്ലിഷ് ചെയ്തത് സയൻസ് എന്ന് പറയുന്ന ജേണലാണ് പബ്ലിഷ് ചെയ്തത്. ഇത് വളരെയധികം റിസർച്ചേഴ്സ് ഉണ്ട്. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 114ഓളം റിസർച്ചേഴ്സും കുറേയേറെ യൂണിവേഴ്സിറ്റികളുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ റിസർച്ചേഴ്സ് പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ റീസെൻ്റായിട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും, ജൊനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ആമയെ പറ്റി കുറേയേറെ ന്യൂസ് വന്നിരുന്നു. ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ കരയിലുള്ള മൃഗം എന്നൊക്കെ പറഞ്ഞ്. അതൊരു 190 വയസ്സുള്ള ഒരു സീഷെൽസ് എന്ന് കേട്ടിട്ടുണ്ട്. ആ സ്ഥലത്തുള്ള ഒരു ഭീമൻ ആമയാണിത്. അതാണ് ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ കരമൃഗം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. 190 വയസ്സുണ്ട്. അപ്പോൾ ഈ സ്റ്റഡിയിൽ അവർ പറയുന്നത് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ആമകൾക്കും ഈ എക്ടോതേം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് തണുത്ത രക്തമുള്ള മൃഗങ്ങളെല്ലാം തന്നെ കുറേ ആൾ ജീവിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ മനുഷ്യർ അങ്ങനെയല്ല, പക്ഷേ തണുത്ത രക്തമുള്ള ജീവികളോ അത് കുറേ നാൾ ജീവിച്ചിരിക്കുമെന്നും അത് കാണിക്കുന്ന പല അനക്ഡോട്ടൽ തെളിവുകളും ഉണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ള തെളിവുകൾ മുമ്പ് പബ്ലിഷ് ചെയ്ത പല തെളിവുകളും വളരെ ഈ മൃഗശാലയിൽ ജീവിക്കുന്ന മൃഗങ്ങളെ അല്ലെങ്കിൽ കാട്ടിൽ നിന്ന് കിട്ടിയ 1-2 ജീവികളെ ഫോക്കസ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ്. പക്ഷേ ഈ ഒരു സ്റ്റഡി, അതായത് പ്രത്യേകിച്ച് US-ലുള്ള പെൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും നോർത്ത് ഈസ്റ്റേൺ ഇല്ലിനോയ്സ് യൂണിവേഴ്സിറ്റിയും ഒക്കെ ചേർന്നിട്ടുള്ള ഈ സ്റ്റഡി, ഈ 114 ശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ച് അവർ ഏകദേശം ഒരു 77 ഇനത്തോളം വരുന്ന ഉരകവർഗ്ഗങ്ങളും ഉഭയജീവികളിലും അവർ അനലൈസ് ചെയ്യുകയും ഏകദേശം ഒരു 107 വൈൽഡ് പോപ്പുലേഷൻ നിന്നുള്ള വന്യമൃഗ ജീവികളുടെ ഡേറ്റയൊക്കെ സ്വീകരിച്ചിട്ടാണ് ഈ വളരെ കോംപ്രിഹെൻസീവായിട്ടുള്ള ഈ വാർദ്ധക്യത്തെപ്പറ്റിയും ആയുർവേദാരോഗ്യത്തെപ്പറ്റിയുള്ള സ്റ്റഡി പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ സ്റ്റഡിയുടെ ഒരു പ്രത്യേകത. ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തത് സയൻസ് ജേണലിലാണ്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആമകൾ, മുതലകൾ, സെലമാൻഡർ തുടങ്ങിയവയ്ക്കെല്ലാം തന്നെ വളരെ കുറഞ്ഞ പ്രായമാകുന്ന നിരക്ക് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ നിരക്ക്, അതായത് കുറേ നാൾ ജീവിച്ചിരിക്കും, ആയുർദൈർഘ്യം കൂടുതലാണ്. അപ്പം അതിനുള്ള കാരണങ്ങളൊക്കെയാണ് ഇവർ പറയാൻ നോക്കിയത്. നമുക്ക് മുമ്പ് പബ്ലിഷ് ചെയ്ത പല സ്റ്റഡികളിലും പല നോളജും നമുക്കുണ്ട്. ഈ ഉരകവർഗ്ഗങ്ങൾക്കും ഉഭയവർഗ്ഗങ്ങൾക്കും സാവധാനത്തിൽ പ്രായമാകുന്നതായിട്ടും ദീർഘായുസ് ഉണ്ടാകുന്നതായിട്ടുള്ള തെളിവുകളുണ്ടെങ്കിലും ആരും തന്നെ ഇതുവരത്തിൽ വലിയ തോതിലുള്ള വന്യമൃഗ ജീവികളുടെ പോപ്പുലേഷനിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഇത്ര കോംപ്രിഹെൻസീവായിട്ട് സ്റ്റഡി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ നടത്തിയിട്ടില്ല. അത് ഇത്തരത്തിലുള്ള ആദ്യത്തെ സ്റ്റഡിയാണെന്ന് ആണ് ഇവർ പറയുന്നത്. അപ്പം ചില മൃഗങ്ങൾക്ക്
വളരെ സാവധാനത്തിൽ പ്രായമാകുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത്തരം മൃഗങ്ങളെ ഫോക്കസ് ചെയ്ത് ചില റിസർച്ചുകൾ നടത്തിയാൽ മനുഷ്യരിലെ വാർദ്ധക്യം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് കൂടുതൽ പഠിക്കാനും നമുക്ക് അത്തരത്തിലുള്ള മെഡിസിനൊക്കെ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ കഴിയുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ള ഈ ഉരകവർഗ്ഗങ്ങളിലും ഉഭയജീവികളിലുമുള്ള നമുക്ക് പലതരത്തിൽ ജീവികളൊക്കെ എന്ന് വെച്ചാൽ പലതും വംശനാശ ഭീഷണിയിലുള്ള ജീവികളാണ്. ഇത്തരത്തിലുള്ള ജീവികളല്ലെന്ന് ഉരകവർഗ്ഗത്തിലും ഉഭയജീവികൾ എന്നൊക്കെ പറയുന്നത്. അവയ്ക്കൊക്കെ വേണ്ടി ഒരു പല രീതിയിലുള്ള സംരക്ഷണം സാധ്യമാകുന്ന രീതിയിലുള്ള കൺസർവേഷൻ സ്ട്രാറ്റജീസൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ സ്റ്റഡി സഹായിക്കുമെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റഡി നടത്താനായിട്ട് അവർ ഈ താരതമ്യ പഠനങ്ങളും പിന്നെ പലതരത്തിലുള്ള ഒരു ഫൈലോജനറ്റിക് രീതികളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ സ്റ്റഡി. പ്രത്യേകിച്ച് വളരെ ഈ എക്കോളജിയിലൊക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് മാർക്ക് ആൻഡ് റീക്യാപ്ചർ മെത്തേഡ് എന്ന് പറയും. അതായത് ഈ ജീവികളെ, അതായത് പ്രത്യേകിച്ച് നമ്മൾ ഈ എക്കോളജിയിൽ വളരെ വലിയ ആനിമൽ പോപ്പുലേഷനെ പറ്റി സ്റ്റഡി നടത്തുമ്പോൾ ഇത് എല്ലാ ആനിമലിനെയും ഒന്നും പോയി കൗണ്ട് ചെയ്യാനൊക്കെ അത് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് ആൻഡ് റീക്യാപ്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങൾ 1-2 ജീവികളെ പിടികൂടുകയും അതിനെ ടാഗ് ചെയ്യുകയും പിന്നെ കാട്ടിലേക്ക് വിടുകയും അതിനെ നിരീക്ഷിക്കുകയും അത്തരത്തിലുള്ള രീതിയിലാണ് ഈ സ്റ്റഡി നടത്തിയെന്നുള്ളതാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഈ എൻഡോതേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടുള്ള രക്തമുള്ള, അതായത് ഊഷ്മളമായിട്ടുള്ള രക്തമുള്ള മൃഗങ്ങളെ അപേക്ഷിച്ച് ഈ കാട്ടിൽ ജീവിക്കുന്ന എൻഡോതേം എന്ന് പറയുന്ന ജീവികൾ കുറേ നാൾ, അതായത് തണുത്ത രക്തമുള്ള ജീവികൾ വളരെയാളം വാർദ്ധക്യമില്ലാതെ ദീർഘായുസ്സിലും വലിയ വ്യത്യാസമില്ലാതെ ജീവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ദീർഘായുസ്സിലുള്ള വ്യതിയാനങ്ങളെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്യും ഈ ജീവികളിലൂടെ. അതുമാത്രമല്ല ശരീരത്തിൻ്റെ താപനിലയിൽ നിയന്ത്രിക്കുന്ന രീതിയും, അതുമാത്രമല്ല ശരീരത്തിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഉണ്ട്, ചിലർക്കൊക്കെ കവചങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഷെല്ലുണ്ട്. ഇത്തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള പ്രത്യേകതകളും സംരക്ഷിത സവിശേഷതകളും ഒക്കെയുള്ള ജീവികളിൽ എത്തരത്തിലാണ് അവ കൂടുതൽ ജീവിച്ചിരിക്കുന്നതെന്ന് കാണിക്കുന്ന പല സിദ്ധാന്തങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് തെർമോറെഗുലേറ്ററി മോഡ് ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട്. അതായത് ഈ തണുത്ത രക്തമുള്ള ജീവികളും ചൂടുള്ള ഊഷ്മളമായിട്ടുള്ള രക്തമുള്ള ജീവികളും കുറേ നാൾ ജീവിച്ചിരിക്കുമോ കുറഞ്ഞ നാൾ ജീവിച്ചിരിക്കുമെന്ന് കാണിക്കുന്ന ഒരു ഹൈപ്പോത്തീസിസ് ഉണ്ട്, അതായത് ഒരു തിയറി ഉണ്ട്. അതിനെയാണ് തെർമോറെഗുലേറ്ററി മോഡ് ഹൈപ്പോത്തീസിസ് എന്ന് പറയും. പിന്നെ ഈ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം, അതായത് ഷെല്ലുള്ള ജീവികളെ പറ്റിയുള്ള ഒരു സ്റ്റഡി ഉണ്ട്, അതായത് പ്രൊട്ടക്റ്റീവ് ഫിനോടൈപ്പ് ഹൈപ്പോത്തീസിസ്. ഇത് രണ്ടും എത്രത്തോളം ശരിയാണെന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് ഈ സ്റ്റഡിയിലൂടെ അവർ നടത്തിയത്. അപ്പം ഈ തെർമോറെഗുലേറ്ററി മോഡ് ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത് ഈ ectotherm ഉണ്ടല്ലോ, അവയുടെ ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കാനായിട്ട് എപ്പോഴും അവയ്ക്ക് പുറത്തു നിന്നുള്ള താപം ആവശ്യമാണ്. അതായത് അവരുടെ രക്തം തണുത്തായതുകൊണ്ട് അതുകൊണ്ട് എപ്പോഴും തന്നെ അവരുടെ ഒരു മെറ്റബോളിസം, ശരീരത്തിനകത്തുള്ള മെറ്റബോളിസം വളരെ താഴ്ന്ന നിലയിലായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ ആന്തരികമായിട്ടുള്ള ഒരു താപം ഉൽപ്പാദിപ്പിച്ച് മെറ്റബോളിസം നടന്നത് നമ്മളെപ്പോലെയുള്ള എൻഡോതെർമുകളെ അപേക്ഷിച്ച് വളരെ സാവധാനത്തിലായിരിക്കും. അതുകൊണ്ട് പ്രായം ആകുക എന്നുള്ള പല സ്റ്റഡികളുണ്ട്. അതായത് രക്തത്തിന് ചൂട് കുറവായതുകൊണ്ട്, ശരീരത്തിന് താപനില നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട്. അതേസമയം നമ്മളെപ്പോലെയുള്ള ഒരു ഉയർന്ന മെറ്റബോളിസമുള്ള, അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഉയർന്ന മെറ്റബോളിസമുള്ള എലികളുണ്ടല്ലോ, അത് പെട്ടെന്ന് പ്രായമാകുമെന്നാണ് സത്യം. അതേസമയം തണുത്ത രക്തമുള്ള, അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞ ആമകളുണ്ടല്ലോ, ആമകളിലെ മെറ്റബോളിസം വളരെ കുറവായതുകൊണ്ട് അത് വളരെ സാവധാനം മാത്രമേ പ്രായമാകുകയുള്ളൂ എന്നുള്ളത് സത്യമാണ്. അപ്പം ഈ റിസർച്ചിൽ അവർ നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്ടോതേമുകളിലും അവയുടെ പ്രായമാകുന്ന നിരക്കും അല്ലെങ്കിൽ അത് തമ്മിലുള്ള ബന്ധമാണ് അവർ നോക്കിയത്. അപ്പോൾ അവർ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇത് ഒരിക്കലും ഇത് എപ്പോഴും ശരിയാവണമെന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. കാര്യം ഒരേ വലിപ്പമുള്ള ഒരു എക്ടോതേമും ഒരു എൻഡോതേമും അവർ കമ്പയർ ചെയ്തപ്പോൾ ഇതിൽ ഹൈലി ഒരു ഫ്ലക്ച്വേഷൻ അവർ കണ്ടെത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും തണുത്ത രക്തമുള്ള ജീവികൾ കൂടുതൽ ജീവിച്ചിരിക്കണമെന്നില്ല എന്നാണ് ഈ റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പോൾ താഴ്ന്ന ഉപാപചയ നിരക്ക് അർത്ഥമാക്കുന്നത് ഒരിക്കലും ഈ എക്ടോതേമുകൾ വളരെ സാവധാനത്തിൽ പ്രായമാകുന്നു എന്നൊരാശയം എപ്പോഴും ശരിയാവണമെന്നില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ ആശയം വളരെയധികം ശരിയായി കാണിക്കുന്ന ഒരേ ഒരു സ്പീഷീസ് എന്ന് പറയുന്ന ആമവർഗ്ഗങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ ആമവർഗ്ഗങ്ങൾ വളരെ യുണീക്കായിട്ടുള്ള ജീവിയാണെന്ന് ഈ ഞാൻ നേരത്തെ പറഞ്ഞ തെർമോറെഗുലേറ്ററി മോഡ് ഹൈപ്പോത്തീസിസ് വളരെ ക്ലിയറായിട്ട് ഫോളോ ചെയ്യുന്നൊരു സ്പീഷീസ് ആമയാണെന്നാണ് പറയുന്നത്. അതേസമയം എല്ലാ തണുത്ത രക്തമുള്ള ജീവികളും കൂടുതൽ കാലം ജീവിച്ചിരിക്കണമെന്നില്ല എന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു ഹൈപ്പോത്തീസിസ് ഉണ്ടല്ലോ, അതായത് ഈ കവചങ്ങൾ, മുള്ളുകൾ, ഷെല്ലുകൾ, അല്ലെങ്കിൽ ശരീരത്തിന് വിഷമുള്ള ചില ജീവികളുണ്ട്. അവയ്ക്കെല്ലാം സ്വയം ഒരു സംരക്ഷണം നൽകുന്ന വളരെ ശാരീരിക
ജനിതകമായും അല്ലെങ്കിൽ രാസപരമായിട്ടും ഒക്കെ വളരെയധികം വ്യത്യസ്തതകളുള്ള പല മൃഗങ്ങളുണ്ട്. അത്തരം ജീവികളും കുറേ നാൾ ജീവിച്ചിരിക്കുകയും അവയ്ക്ക് വളരെ സാവധാനത്തിൽ വാർദ്ധക്യം വരുന്നതുമായിട്ടുള്ള ഒരു തിയറി ഉണ്ട്. അതിനെയാണ് സംരക്ഷണ ഫിനോടൈപ്പ് തിയറി അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഫിനോടൈപ്പ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിയാണോ എന്ന് നോക്കാനായിട്ട് അവർ ഈ സ്റ്റഡിയിൽ അവർ സെലക്ട് ചെയ്ത എല്ലാ ആനിമൽസിനെയും അവർ നോക്കിയും അപ്പോൾ അവർ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സംരക്ഷണ സ്വഭാവവിശേഷങ്ങളുള്ള ജീവികൾ പ്രായമാകൽ വളരെ സ്ലോ ആണെന്നും അവയുടെ ഒരു ശരീരത്തിനെ സംരക്ഷിക്കാനുള്ള ഒരു കവചങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവ കൂടുതൽ കാലം അതില്ലാത്ത ജീവികളെ അപേക്ഷിച്ച് കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നുണ്ടെന്നൊക്കെയാണ് ഈ റിസർച്ചേഴ്സ് മനസ്സിലാക്കിയത്. ഈ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സ്റ്റഡി ആയതുകൊണ്ട് കുറേയേറെ ഡേറ്റയുണ്ട്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കഠിനമായിട്ടുള്ള ഷെല്ലുകൾ ശരീരത്തിൽ ഉള്ളത് കൊണ്ട് അവയുടെ ഈ വളരെയധികം മാറ്റം വന്നൊരു രൂപഘടന ഉള്ളതുകൊണ്ട് നാച്ചുറലായിട്ട് അതിനൊരു സംരക്ഷണം കിട്ടുകയും പിന്നെ കാലക്രമേണ അതിൻ്റെ ഒരു ജീവചരിത്രം നോക്കുകയാണെങ്കിൽ പരിണാമത്തിലൂടെ കടന്നു പോയപ്പോൾ അവയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ നെഗ്ലിജിബിളായിട്ടുള്ള ഏജിങ്ങും അല്ലെങ്കിൽ ഒരു ഡെമോഗ്രാഫിക് ഏജിങ് ഒക്കെ കുറയുകയും വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു ലോഞ്ചിവിറ്റി, അതായത് ഏജിങ് ഇല്ലാത്ത വളരെ നിസ്സാരമായിട്ടുള്ള ഒരു വാർദ്ധക്യവും അസാധാരണമായിട്ടുള്ള ഒരു ദീർഘായുസ്സും ഒക്കെ ഇത്തരം ജീവികൾക്ക് വന്നു എന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു സംരക്ഷണ സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നാച്ചുറലായിട്ട് മൃഗങ്ങളുടെ ഒരു മരണനിരക്ക് കുറയും. കാര്യം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട്. മാത്രമല്ല അവയെ മറ്റ് ജീവികളെ ഭക്ഷിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു എക്സാമ്പിൾ ആമയുടെ കാര്യം അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അതേ വലിപ്പമുള്ള മറ്റ് ഈ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത മറ്റ് ജീവികളെ അപേക്ഷിച്ച് ഇത്തരം ജീവികൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇത് ഓവർ ദി ഇയേഴ്സ് എങ്ങനെയാണ് വളരെ സാവധാനത്തിൽ മാത്രം പ്രായമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു തിയറവും, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രൊട്ടക്റ്റീവ് ഹൈപ്പോത്തിസിസ് ഉണ്ടല്ലോ, അതായത് പ്രൊട്ടക്റ്റീവ് ഫിനോടൈപ്പ് ഹൈപ്പോത്തിസിസ്, അതും വ്യക്തമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരേ ഒരു ജീവി എന്ന് പറയുന്നത് ആമകൾ മാത്രമാണെന്നും ആ ഒരു അർത്ഥത്തിൽ ആമകൾ വളരെ യുണീക്കായിട്ടുള്ള ജീവികളാണെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. പിന്നെ അവർ പറയുന്നത് വെച്ചാൽ ഒരു തവളകൾ അല്ലെങ്കിൽ ടോഡ്സ്, ക്രൊക്കഡൈൽസ്, ടർട്ടിൽസ് തുടങ്ങിയ എല്ലാ ജീവവർഗ്ഗങ്ങളോടെ കുറേ സ്പീഷീസ് ഉണ്ട്. അതിലെല്ലാം ഒരു സ്പീഷീസിൻ്റെ ജീവികളിലെങ്കിലും തന്നെ വളരെ നിസ്സാരമായിട്ടുള്ള വളരെ നെഗ്ലിജിബിൾ ഏജിങ് കണ്ടെത്താൻ ഈ ടീമിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പം ഞാൻ വളരെ നെഗ്ലിജിബിൾ ഏജിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയത് എന്താണിത്, ഈ ജീവികൾ മരിക്കില്ലേ എന്നൊക്കെ തോന്നും. എന്ന് വെച്ചാൽ നെഗ്ലിജിബിൾ ഏജിങ് എന്ന് വെച്ചാൽ അതൊരിക്കലും മരിക്കുന്നില്ല എന്നല്ല, അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷനാണിത്. അതായത് അതിൻ്റെ ഒരു പ്രത്യുൽപാദനത്തിനുള്ള ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മരിക്കാനുള്ള പ്രോബബിലിറ്റി ആ ഒരു വർഷവും അത് മരിക്കുന്ന വർഷവും തമ്മിൽ പ്രോബബിലിറ്റി സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. മറ്റു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു മൃഗം ഒരു വർഷത്തിനുള്ള മരിക്കാനുള്ള സാധ്യത 1% നോക്കുക. പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ആ ജീവി റീപ്രൊഡക്റ്റ് ചെയ്യുന്ന ഏജ് 10 വയസ്സാണെങ്കിൽ അതിന് മരിക്കാനുള്ള സാധ്യത 1% ആണെങ്കിൽ അത് 100 വർഷം ജീവിച്ചിരുന്നാലും അതിന് മരിക്കാനുള്ള സാധ്യത 1% ആയിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെയാണ് ഈ നെഗ്ലിജിബിൾ ഏജിങ് എന്ന് പറയുന്നത്. അതായത് വളരെ നിസ്സാരമായിട്ടുള്ള പ്രായാധിക്യം കൂടുന്നൊരു അവസ്ഥ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മനുഷ്യനോട് കമ്പയർ ചെയ്ത് ഈ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ US നിന്നുള്ള സ്റ്റഡി കാണിക്കുന്ന US സ്ത്രീകളിൽ അവർ ഒരു വർഷത്തിനുള്ളിൽ മരിക്കാനുള്ള സാധ്യത അവരുടെ 10ാമത്തെ വയസ്സിൽ എന്ന് പറയുന്നത് 10:2500, അതായത് 2500 ആൾക്കാരിൽ 10 പേര് അത്തരത്തിൽ മരിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ചില ഡേറ്റകളുണ്ട്. അപ്പോൾ അവരുടെ 10ാമത്തെ വയസ്സിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇതാണെങ്കിൽ പോലും ഒരു 80ാമത്തെ വയസ്സിൽ നോക്കുകയാണെങ്കിൽ അത് വളരെയധികം കുറഞ്ഞ് 1 in 24 ആവാൻ സാധ്യതയുണ്ട്. അതായത് ആ സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂയിൽ വലിയധികം വ്യത്യാസം വരുന്നു എന്നുള്ളതാണ് ഈ രണ്ട് വർഗ്ഗങ്ങളിലുള്ള വ്യത്യാസം, മനുഷ്യരിലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉരകവർഗ്ഗങ്ങളിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ നിസ്സാരമായിട്ടുള്ള ഒരു വാർദ്ധക്യം നമുക്ക് നിസ്സാരമായിട്ടുള്ള രീതിയിൽ വാർദ്ധക്യത്തിൻ്റെ റേറ്റ് കാണിക്കുന്ന ജീവികളാണിതെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇത്തരത്തിലുള്ള വൈവിധ്യമായുള്ള ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് ഇവർക്ക് ലോകത്ത് ഞാൻ പറഞ്ഞു 114ഓളം വരുന്ന ശാസ്ത്രജ്ഞന്മാർ അവർ വളരെയധികം സ്റ്റഡി നടത്തിയിട്ടുള്ളത്. അവരുടെ എല്ലാ സംഭാവനകളും ഒരുമിച്ച് സമഗ്രമായിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഇത് പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പം പല റിസർച്ചേഴ്സും അവരുടെ വ്യക്തിഗതമായിട്ടുള്ള അവരുടെ വർഷങ്ങളോളം അവർ സ്റ്റഡി ചെയ്ത പല ഡേറ്റകളും ഒരുമിച്ച് ചേർത്ത് ഇത്തരത്തിലുള്ള വൈൽഡ് പോപ്പുലേഷൻ ഡേറ്റയും ഒക്കെ യൂസ് ചെയ്തിട്ട് വാർദ്ധക്യവും ദീർഘായുസുമായിട്ടുള്ള വളരെ വിശ്വസനീയമായ കണക്കുകളൊക്കെ ഈ സ്റ്റഡിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റഡിയുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത്തരത്തിലുള്ള ജീവികളെ പറ്റിയുള്ള അവയുടെ ഒരു എന്താ പറയുക കമ്പാരിറ്റീവ് ലാൻഡ്സ്കേപ്പ് ഉണ്ടല്ലോ, ഏജുമായിട്ട് ബന്ധപ്പെട്ട കമ്പാരിറ്റീവ് ലാൻഡ്സ്കേപ്പ് മനുഷ്യൻ്റെ വാർദ്ധക്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഭാവിയിലെ ബയോമെഡിക്കൽ സ്റ്റഡീസിനൊക്കെ പല ലക്ഷ്യങ്ങൾ കണ്ടെത്താനും അത്തരത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ വൃത്തിയായിട്ടുള്ള ടാർഗറ്റഡ് ആനിമൽസിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ ഈ സ്റ്റഡി റിസൾട്ട്സ് സഹായിക്കുമെന്നാണ് ഈ റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. അപ്പം ഈ റിസർച്ചിന് വേണ്ടി ഫണ്ടിങ് ഒക്കെ കൊടുത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് US അവരാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡിയാണിത്. ഈ സ്റ്റഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള സ്റ്റഡികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലുള്ള മറ്റ് വീഡിയോകൾ നോക്കുക. ഞാൻ സയൻസ്, ടെക്നോളജി, എൻവയോൺമെൻറ്റ്, സൊസൈറ്റി തുടങ്ങിയൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് ജേണൽ ആർട്ടിക്കിൾസിൽ നിന്ന് എടുത്തിട്ടുള്ള ടോക്കാണ് മലയാളത്തിൽ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.